ഹായ് ഗൗരി. ഗൗരി എന്താ ബാഗൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോവാണോ? അല്ല. പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, അപ്പൊ ഉണ്ടല്ലേ. നല്ല നേരത്തെ തന്നെ എനിക്ക് ഈ വഴിക്ക് വരാൻ തോന്നിയേ. പോകാൻ വേറെ സ്ഥലമില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. എന്റെ വീട്ടിൽ താമസിക്കാം, ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും കാലം. ഏയ്, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? എന്റെ വീട് ഗൗരിക്ക് ഗൗരിയുടെ സ്വന്തം വീട് പോലെ തന്നെ കരുതാം. തന്നെയുമല്ല, ഗൗരി എന്റെ കൂടെ ഉണ്ടാവുന്നത് അതെനിക്ക് ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ രണ്ടു പേരുടെയും ശത്രു ഒരാളാണല്ലോ, സ്വാതി. അതൊക്കെ ശരിയാ, എന്നാലും വേണ്ട. ഞാൻ ദേവിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞാ പലർക്കും അത് ഇഷ്ടാവില്ല. നീലിന് പോലും ചിലപ്പോ അത് ദഹിച്ചു എന്ന് വരില്ല. ഇറക്കി വിട്ട സ്ഥിതിക്ക് എവിടെയെങ്കിലും പോയി താമസിച്ചല്ലേ പറ്റൂ. അതൊരു വീടാകുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് ഗൗരിയെ പോലൊരു പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്റെ വീട്. ഏയ്, അത് വേണ്ട ദേവാ. ഭാവിയിൽ ഈ ഒരു താമസം ബാധ്യതയാവുന്ന പേടിച്ചിട്ടാണോ? ഗിരിയെ ഇതിന് പകരമായിട്ട് ഞാൻ ആവശ്യപ്പെടുമെന്ന് വല്ല തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. പകരത്തിന് പകരം ചോദിക്കുന്നവളല്ല ഈ ഞാൻ. ചോദിച്ചാലത് നടക്കാൻ പോകുന്നില്ല. ഗിരിക്ക് ഇഷ്ടമല്ല, പിന്നെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. എന്റെ ഭാഗ്യദോഷം. അല്ല, ഞാൻ വേറൊരു വാർത്ത അറിഞ്ഞു. സ്വാതി, അവൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? ആ, എനിക്കിങ്ങനെ അറിയാം. അതൊക്കെ പോയി അന്വേഷിക്കേണ്ടവരോട് അന്വേഷിക്കുക. അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? സ്വാതി തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാ ഈ ഞാനും. ആ, ഏതായാലും തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. വേറൊരു വീട് ശരിയാവുന്നവരെ ഗൗരിക്ക് അവിടെ നിൽക്കാം. ഇങ്ങോട്ട് തന്നെ വിട്. വേണ്ട. ഗൗരി പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എവിടെയെങ്കിലും താമസിക്കണ്ടേ? എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചെയ്തോളാം. പേരുവഴിയിലായി, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല.